എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കുറച്ച് കൂട്ടുകാരെന്ന് പറയുമ്പോൾ 3ലും 4ലും ഒക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഈ വർഷം പക്ഷികളെക്കുറിച്ചും ചിത്രശലഭത്തിനെയൊക്കെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും ഇനിയുള്ള കുറച്ച് വീഡിയോസ്. അവർക്ക് പഠിക്കാനുള്ള പക്ഷികളെക്കുറിച്ചും ചിത്രശലഭത്തിനെയൊക്കെ ഉൾപ്പെടുത്തി എനിക്കറിയാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ചെറിയ കുറച്ച് വീഡിയോസ് ഇടാമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിനെ കുറിച്ചായിരിക്കും നമ്മൾ ഈ ഒരു സീരീസ് ആരംഭിക്കുന്നത്. അപ്പം വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിന് ഈ പേര് ലഭിച്ചതിന് രസകരമായിട്ടുള്ളൊരു കാരണമുണ്ട്. മലകളിൽ പ്രതിധ്വനിക്കുന്നത് പോലെയുള്ള ശബ്ദവും അതുപോലെ തന്നെ പറക്കുമ്പോഴുള്ള ചിറകടിയൊച്ചയും കാരണമാണ് ഇവർക്ക് മലമുഴക്കി എന്നുള്ള പേര് ലഭിച്ചത്. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന മലമുഴക്കി വേഴാമ്പലിനെ നമ്മൾക്ക് സാധാരണയായിട്ട് കേരളത്തിലെ നെല്ലിയാമ്പതി, അതിരപ്പള്ളി, വാഴച്ചാൽ, ചെന്തുരുണി അതുപോലെ തന്നെ മൂഴിയാർ വനമേഖലകളിൽ കാണാൻ സാധിക്കും. ഉൾവനങ്ങൾക്കുള്ളിൽ 50 അടിയോളം ഉയരമുള്ള മരങ്ങളിലാണ് മലമുഴക്കി വേഴാമ്പൽ സാധാരണയായിട്ട് കൂട് കൂട്ടുന്നത്. കൂടൊരുക്കി അതിനുള്ളിൽ പെൺപക്ഷി കയറിയിരുന്നു കഴിഞ്ഞാൽ കൂടിൻ്റെ പുറത്തോട്ടുള്ള വാതിൽ ഇവർ മണ്ണും അതുപോലെ തന്നെ ഇതിൻ്റെ കാഷ്ടവും ഉപയോഗിച്ച് അടയ്ക്കുകയും അതിനുശേഷം മുട്ട വിരിഞ്ഞ് കുട്ടികൾ പറക്കാൻ പരുവമാകുന്നത് വരെ പെൺപക്ഷി കൂടിനുള്ളിൽ കഴിയുകയാണ് പതിവ്. ഈ സമയങ്ങളിൽ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ആൺപക്ഷിയുടെ ജോലിയാണ്. മനുഷ്യരുടെ ഒരു സാന്നിധ്യം ഇഷ്ടപ്പെടാത്ത പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. ഇവരുടെ കൂടിൻ്റെ സമീപത്ത് മനുഷ്യരുടെ ഒരു സാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പെൺപക്ഷികൾക്കും കുട്ടികൾക്കുമുള്ള ആഹാരവുമായിട്ട് മണിക്കൂറുകൾ വൈകിയായിരിക്കും ആൺപക്ഷി എത്തിച്ചേരുന്നത്. പെൺവേഴാമ്പലുകൾക്ക് ആൺപക്ഷികളെക്കാളും വലിപ്പക്കുറവായിരിക്കും. അതുപോലെ ആൺപക്ഷികൾക്ക് ചുവന്ന കണ്ണും പെൺപക്ഷികൾക്ക് നീല കലർന്ന വെളുത്ത കണ്ണുമായിരിക്കും ഉള്ളത്. മലമുഴക്കി വേഴാമ്പൽ ഒരു മിശ്ര ബുക്കാണ്. പഴങ്ങളും പുഴുക്കളും ചില ഇലകളും അതുപോലെ തന്നെ ചെറിയ പാമ്പിനെയും ചെറിയ പക്ഷികളെയും എല്ലാം ഇവരെ ഭക്ഷിക്കാറുണ്ട്. മുട്ടയിട്ട് 40 ദിവസത്തിനുള്ളിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരാറുണ്ട്. അതുപോലെ കൂട്ടമായിട്ട് കഴിയാൻ ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. ഒരു കൂട്ടത്തിൽ 15 മുതൽ 20 വരെ വേഴാമ്പലുകൾ ഉണ്ടായിരിക്കും. നമ്മളുടെ കുറച്ച് കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ പരിചയത്തിൽ 3ലും 4ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇത്തരത്തിലുള്ള വീഡിയോ ഇനിയും ഉണ്ടാകും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.